ഹായ്, നമുക്കിന്നൊരു പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം നമ്മൾ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിന് വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. മൈദപ്പൊടി എടുത്തു, അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതിനകത്ത് ഇനി നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് അതിനകത്തൊരു 2-3 സ്പൂണ് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ട്. ഇനി മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവൊക്കെ ചേർക്കാം. അതിനുശേഷം നമ്മൾ ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു മുട്ടയും കൂടി പൊട്ടിച്ചതിനകത്ത് ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമ്മൾ മിക്സിയിലിട്ട് നന്നായി അടിക്കണം. ഒരു കാര്യം കൂടെ വിട്ടുപോയി, അതിനകത്ത് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, 1 സ്പൂണ്. അതായത് പഴംപൊരിക്ക് നല്ലൊരു എന്താ പറയുക, മൊരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പം നമ്മളത് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് ആ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ ഒരു പാത്രം ചൂടായി, അതിനകത്ത് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് പഴംപൊരിയെല്ലാം മാവിനകത്ത് മുക്കി നമുക്കിനി എണ്ണ ചൂടായി നോക്കാം. ഒരു തുള്ളി മാവെടുത്ത് ആ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ആ മാവ് മൊരിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ പഴം ഓരോന്നോരോന്നായിട്ട് മൈദമാവിൽ മുക്കി എണ്ണയിലേക്ക് ഒഴിച്ച് വറുത്ത് പോരാം. ഒരു ട്രിപ്പിൽ ഞാനൊരു 3 പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത്രയും വലിപ്പത്തിൽ വേണ്ടെങ്കിൽ ആ പഴം നടുക്കൂടെ മുറിച്ച് കഴിഞ്ഞാൽ കുഞ്ഞി പഴം പൊരിയായ. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് വലുതായിട്ടാണ്. ഇനി ഞാൻ അടുത്ത ട്രിപ്പിൽ കുഞ്ഞിതും ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞിത് വേണ്ടയാൾക്ക് കുഞ്ഞിതും ഉണ്ടാക്കാം, വലുത് വേണ്ടയാൾക്ക് വലുതും ഉണ്ടാക്കാം. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഈ 10 മിനിറ്റ് കൊണ്ട് തന്നെ. നമ്മുടെ പഴംപൊരി നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാവ് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. എണ്ണ കുടിക്കാതെയാണ് നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ബാക്കി പഴവും കൂടി ഇതിനകത്ത് ഇട്ട് പൊരിച്ച് കോരി എടുക്കാവേ. നമ്മൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ച് കോരാം. വളരെ എളുപ്പമാണ്. നമുക്ക് മിക്സിനകത്ത് നമ്മളിട്ട് അടിച്ചെടുക്കുമ്പം നമ്മൾ കൈ കൊണ്ട് മാവ് കലക്കിയെടുക്കുമ്പം അയ്യോ വെള്ളം കൂടിപ്പോയി, കുറഞ്ഞു പോയി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. മിക്സിയിലാകുമ്പോൾ നമുക്ക് കുറേശ്ശെ അങ്ങനെ ബാറ്റർ നോക്കി നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലുത് മാത്രമല്ല, ചെറിയ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരി നല്ല മൊരിഞ്ഞ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട്